ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് മസ്റ്റായിട്ടും യൂസ്ഫുൾ ആവുന്ന കിച്ചൺ ആക്സുമായിട്ടാണ്. സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ള ഫ്രൈ പാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ നോമ്പിൻ്റെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഈ തിരക്കിൽ ഒരുപാട് ടൈം ആവാണ്ട് കുറച്ച് ടൈം വെച്ചിട്ട് നമുക്ക് ഉരക്കാതെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ള ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒഴിവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സർഫാണ്. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്ന ആ ഒരു സർഫ് ഇട്ടാൽ ഏത് സർഫായാലും മതി. ഇനിയിപ്പോൾ ഇതാ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഉപ്പാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് സുർക്കയാണ് കേട്ടോ. വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാനൊരു പാനിൻ്റെ മുകളിലേക്കായിട്ട് ഉപ്പ് ഇതുപോലെ നന്നായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുള്ളത്, നമ്മൾ ഒരു കവർ വെക്കട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഇതൊന്നും ആവില്ല. ഇനിയിപ്പോൾ ഇതാ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സർഫാണ്. അപ്പോൾ സർഫും നന്നായിട്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും ഇതുപോലെ തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഞാൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനെക്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ മേളിലേക്കായിട്ട് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ സുർക്ക ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈ പാനിൻ്റെ അടിയിൽ പേപ്പർ കവർ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ആ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് എല്ലാം കൂടി ഒഴിച്ചിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രൈ പാനിൻ്റെ ചൂട്ട് കവർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ശേഷമായിരുന്നു കേട്ടോ കവർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ, പിന്നെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ 1 മണിക്കൂറോളം നമ്മളിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇളക്കൊന്നും ചെയ്യാണ്ട് 1 മണിക്കൂറോളം നമ്മളിതുപോലെ വെക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മറ്റ് പണികൾ ചെയ്യാവുന്നതാണ്. അതിനിപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉജാല ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഇതുപോലെ ഉജാല എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏതെങ്കിലും ലിക്വിഡ് ഇതുപോലെ എടുത്തിട്ട് അതും ഒരു 5-6 ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു സൊല്യൂഷനാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടാവുന്ന സ്റ്റീലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിപ്പോൾ ഈ ഒരു ഹാൻഡ് വിസ്കറിന് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ കുറച്ച് ടീസ്പൂണും അതുപോലെ തന്നെ കുറച്ച് കയ്യിലുകളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരിക്കലും ഉരച്ച് കഴുകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതും 1 മണിക്കൂർ നമുക്കൊരു വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സോസറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ഇതുപോലെ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊരു ക്ലോത്ത് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ആ മൊത്തത്തിലുള്ള കറ ഏകദേശം നമ്മുടെ ഒരു ക്ലോത്തും അതുപോലെ പിടിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ഇത് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റീൽ പാത്രങ്ങളുണ്ടല്ലോ, അത് 1 മണിക്കൂറോളമായി നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കയ്യിൽ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുക്കൊന്നും ചെയ്യാണ്ട് ഈ ഒരു വെള്ളത്തിൽ 1 മണിക്കൂറോളം ഇട്ട് വെച്ചതാണ്. അത്രമാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോസറും കൂടി ഞാൻ എടുത്ത് കാണിക്കുകയാണ്.
അപ്പം നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറച്ചധികം വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് 1 മണിക്കൂർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ എൻ്റെ ടീസ്പൂണിൽ ചെറുതായിട്ട് കറകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചെളിയും കറിയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കുന്നില്ല. ഈ ഒരു വെള്ളം വെച്ചിട്ട് ഞാൻ ടൈലും സിങ്കും ഒക്കെ ഒന്ന് കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ഒരു സിങ്കിൽ കുറച്ചൊക്കെ ചെളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടില്ല, എല്ലാ ദിവസവും ഞാൻ ടൈൽ കഴുകുന്നതാണ്. അതുപോലെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുക മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സിങ്കും അതുപോലെ തന്നെ ഈ ഒരു ടൈലൊക്കെ അത് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സിങ്ക് ഞാൻ മൊത്തത്തിലായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് പ്രസ്സാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.